ഈ ഡോക്ടർ ശശി തരൂരിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മാറ്റമുണ്ടാകാൻ സാധ്യത കാണുന്നില്ലേ? കാരണം കോൺഗ്രസിനകത്തെ ഒരു അരക്ഷിതാവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാം തവണ പിണറായി സർക്കാർ വരില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ലീഗിന് അധികാരമില്ലാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ മൂന്ന് സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ ഭൂപടം ഉണ്ടാകുന്നു. വിജയനാഥ് പഠിച്ചു കാണുമല്ലോ ഈ പരീക്ഷത്തിൻ്റെ കഥ. ആ ശാപം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഗംഗാനദിയുടെ മധ്യത്തിൽ വലിയൊരു കൂടാരമൊക്കെ പണിഞ്ഞ് പർണശാല തന്നെ നിർമ്മിച്ച്, പാമ്പ് കയറാത്തിടമാണല്ലോ അദ്ദേഹത്തിന് കിട്ടിയ ശാപം. പാമ്പ് വന്ന് കടിച്ച് ഇന്നേക്ക് 7-ാം നാൾ മരിക്കുമെന്നാണല്ലോ. ഒടുവിൽ സത്രം. അതെ. ആ സത്രത്തിൽ ഇങ്ങനെ താമസിച്ചപ്പോൾ സന്യാസിമാരിങ്ങനെ വന്നു. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സന്യാസിമാർ വന്ന കൂട്ടത്തിൽ അവർ ഈ ഫലങ്ങൾ അവരങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. പിന്നെ അതായത് നട്ട്സും പിന്നെ ഫ്രൂട്ട്സും ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പഴം, ഒരു ഓറഞ്ചാണെന്ന് തോന്നും, മധുരനാരങ്ങ. അപ്പോൾ മധുരനാരങ്ങ പൊളിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു ചെറിയ പുഴു. അപ്പോൾ ശാപമോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞ പരീക്ഷിത്ത് എന്ത് ചെയ്തു? അതെടുത്തിട്ട് തലയിലേക്ക് വെച്ചു. ആ പുഴു വളർന്നു വലുതായി അത് തക്ഷകൻ, അല്ലേ? തക്ഷകനായി വന്ന് അദ്ദേഹത്തിൻ്റെ ശിരസിൽ തന്നെ ദംശിച്ചു. അദ്ദേഹം മരണമടയുകയും ചെയ്തു. അപ്പോൾ ഈ ശാപമെന്ന് പറയുന്നത് എങ്ങനെ എവിടെ പോയി ഒളിച്ചിരുന്നാലും അത് തേടി വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഭാഗവതത്തിൽ ഈ കഥ വിവരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ വിധി വിഹിതം ഒരുത്തനും തടുത്തുകൂടുവതിനാകുമോ എന്ന് പറയുന്നത് പോലെ ആ കോൺഗ്രസ്സിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം, ഗംഗാനദീ മധ്യത്തിലൊരു പർണശാലയിലിരിക്കുന്നത് പോലെ വിജയം കയ്യിലൊതുക്കാൻ പറ്റിയ ഒരു ഇക്കോസിസ്റ്റം. അതിൻ്റെ നടുക്കാണ് കോൺഗ്രസ്. വി.ഡി. സതീശനും കെ. സുധാകരനും രമേശ് ചെന്നിത്തലയും അവർ തമ്മിൽ മത്സരമുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്നത് സുഖമായിട്ട് ജയിക്കാവുന്ന അവസ്ഥ. 10 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് തകർന്നു തരിപ്പണമായൊരു സംസ്ഥാനം. അവർക്ക് കടം കയറിയിട്ട് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം അത് ഉപയോഗിക്കുന്നതിന് പോലും നമ്മളിൽ നിന്ന് കരം പിരിക്കേണ്ടി വരിക. വെള്ളക്കരം കൂട്ടി, നമ്മളറിയാൻ നമ്മുടെ വസ്തുക്കരം 10 മടങ്ങ് കൂട്ടി. അതുപോലെ തന്നെ പ്രമാണത്തിന്മേലുള്ള രജിസ്ട്രേഷൻ്റെ ഫീസ് നേരത്തെ തന്നെ വളരെയധികം കൂട്ടിയിരുന്നു. പിരിക്കാനുള്ളതെല്ലാം നമ്മളിൽ നിന്ന് പരമാവധി പിഴിഞ്ഞെടുക്കുന്നു. അതേസമയം സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന വരുമാനം പിരിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള അനാസ്ഥ കാണിക്കുന്നു. ഇവർ ഈ കോർപ്പറേറ്റുകളുടെ കടം എഴുതി കളയുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അതേ അവസരം തന്നെ ഇവർ കോടിക്കണക്കിന് രൂപ സെയിൽസ് ടാക്സ് ഇനത്തിൽ, അതായത് ഇപ്പോഴത്തെ GST ഇനത്തിൽ കിട്ടാനുള്ളത് പാഴാക്കി കളഞ്ഞുകൊണ്ട് ഒരു തരം ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഗീതാ ഗോപിനാഥിനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ KV തോമസിനെ അവിടെ ഇരുത്തിക്കൊണ്ടൊരു ലേസൺ ഓഫീസറുടെ ചുമതലകൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയപ്പോഴും നമ്മൾ വിചാരിച്ചു കേരളം ഇനി അങ്ങോട്ട് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രത്യാശയ്ക്ക് വക നൽകിക്കൊണ്ട് ഒരു വ്യവസായ നിക്ഷേപ സംഗമം നടത്തി അവിടെ ഇപ്പോൾ 3 ലക്ഷം കോടിയുടേത് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും സന്തോഷിച്ച് പുഞ്ചിരി പ്രസാദവുമായിട്ട് തിരിച്ചു വന്നിരിക്കുക. പക്ഷേ ഇതിനു മുമ്പ് കുറേ കണ്ട എമേർജിങ് കേരളം തൊട്ട് നമ്മൾ കുറേ കണ്ടതാണ്. കേരളം നന്നായോ? ഇതിലും വലിയ വാഗ്ദാനങ്ങൾ വന്നതാണ്. അദ്ദേഹം ദാവോസിൽ പോയി, അതായത് P. രാജീവ് വ്യവസായ മന്ത്രി ദാവോസിൽ പോയി അവിടെ നിക്ഷേപങ്ങൾ ക്ഷണിച്ചു. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് എന്നാണ് പറയുന്നത്. ഞാൻ അടുത്തിടെ ഇതിനെക്കുറിച്ച് ദാവോസ് സമ്മേളനങ്ങളിൽ ആൾക്കാർ പോകുന്നതിനെക്കുറിച്ചൊരു ലേഖനം വായിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വിവരമുള്ളവർ ഇക്കണോമിസ്റ്റ് എഴുതിയ കാര്യമാണ്. അതിൽ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ വെറുതെ പാഴാക്കാൻ വേണ്ടി പോവുക. അവിടെ ഒരു പ്രവേശനം കിട്ടണമെങ്കിൽ പോലും ഏതാണ്ട് 92 ലക്ഷം രൂപ നമ്മൾ മുടക്കണം ഒരാൾക്ക്. അങ്ങനെ ഓരോരുത്തരും മുടക്കേണ്ടി വരും. കോടികളുടെ ഒരു പാഴ് വ്യായാമമാണ്, വേസ്റ്റേജാണ് ഇത്. അവിടെ ആൾക്കാർ വ്യവസായികളൊക്കെ കാണും, അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് പോരും. കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് വരാൻ അവർക്കൊരു താല്പര്യവും കാണില്ല. എന്തുകൊണ്ടാണ്? ഈ പ്രതിപക്ഷമെന്ന് പറയുന്നത് ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ വീര്യം കുറഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അവർക്ക് പോകാൻ താല്പര്യം. അവിടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തരത്തിലും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല സാധാരണഗതിയിൽ. നമ്മളീ കാണും പാരീസിലൊക്കെ പ്രകടനം നടത്തുന്നു, പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്തതാണ്. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ ശത്രുക്കളെ പോലെ ഏരിയയും പാമ്പും പോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും. അപ്പോൾ ഇത് മാറി മാറി വരികയും ചെയ്യാം. അരക്ഷിതാവസ്ഥയുണ്ട്. നമ്മൾ പോയി അവിടെ പണം കൊണ്ട് പാഴാക്കി കളയാൻ പോകുന്നതിന് വലുതമുണ്ടോ? ഇതിവിടെ ഇപ്പോൾ ഏറ്റവും വലിയ വാഗ്ദാനം നൽകിയിരിക്കുന്നത് കിരൺ അദ്വാനിയാണ്. അതായത് അദ്വാനിയുടെ മകൻ. ഇവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വക്താവെന്ന് പറയുന്ന അദാനി അഴിമതി ഇവർ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന കോൺഗ്രസും എല്ലാം പോയിരുന്നു. വി.ഡി. സതീശനും ഒക്കെ ഈ കരൺ അദ്വാനിയുമായിട്ടാണ് ഇവിടെ ചർച്ചകൾ നടത്തിയത്. ഈ കരൺ അദ്വാനി എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് കരൺ അദ്വാനി കള്ളനാണെന്ന് അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിലിരുന്ന് ഉദ്ഘോഷിക്കുന്നത് പാർലമെൻറ്റിനും പുറത്തും. ആ കരൺ അദ്വാനി വേണ്ടി വന്നു രക്ഷിക്കാൻ. അതുപോലെ തന്നെ കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. നിതിൻ ഗഡ്കരിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വേണ്ടി, അതായത് അടിസ്ഥാന വികസന പദ്ധതികളായിട്ടുള്ള റോഡുകൾ. കേരളത്തിൻ്റെ റോഡുകളുടെ മുഖച്ഛായ മാറ്റിയത് കേരളത്തിലെ LDF ഗവൺമെൻറ് അല്ല, നിതിൻ ഗഡ്കരിയാണ്. ഇത് നമ്മൾ കൂടുതൽ അതിലേക്ക് പോകണ്ട. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇവർ ചെയ്യുന്ന വ്യവസായം എന്താണ്? പേഴ്സണൽ സ്റ്റാഫിനെ പൊളിറ്റിക്കലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർക്ക് പെൻഷനും ജീവിതാവസാനം വരെ പെൻഷനും വമ്പിച്ച ശമ്പളവും കൊടുക്കുക. അതുപോലെ തന്നെ PSCയിൽ 21 അംഗങ്ങളെ കയറ്റി അവരുടെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ അവിടെ വെച്ചിട്ട് ജില്ലാ ജഡ്ജി എന്ന് പറയുന്ന യോഗ്യനായ മനുഷ്യൻ്റെ നിലത്തിൽ ആ തരത്തിലുള്ള ശമ്പളം. ഇന്നിപ്പോൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ ഓരോ PSC അംഗങ്ങൾ. ആ PSC അംഗങ്ങൾക്ക് മിനിമം വിവരമെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ഇൻ്റർവ്യൂ, PSC അംഗങ്ങൾ ഇൻ്റർവ്യൂ നടത്താനും ഒക്കെ ചുമതലപ്പെടുത്തിയത്, ടെസ്റ്റ് എഴുതാനും ചുമതലപ്പെടുത്തിയിരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു ടെസ്റ്റ് എഴുതി ജയിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒരു PSC അംഗത്തിന് കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു ഇൻ്റർവ്യൂ പാസ് ശരിയായ വിധത്തിൽ രാഷ്ട്രീയ വടക്കേപ്പുറത്തൂടെ വരുന്നതിനല്ല, ശരിയായ വിധത്തിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള ഒരൊറ്റ PSC അംഗത്തിനെ ചൂണ്ടിക്കാണിക്കാൻ ഗവൺമെൻറ്റിനെയും PSCയെയും ഞാൻ വെല്ലുവിളിക്കുക. ഇല്ല എന്നുള്ളതാണ് എൻ്റെ പരമമായ സത്യം. ഇത്രയും ഭാരിച്ച ശമ്പളം കൊടുത്തിട്ട് തൊട്ട് മുമ്പ് സെക്രട്ടേറിയറ്റ് കണ്ടോ? ലോകത്ത് ഒരു സ്ഥലത്തും അതിൻ്റെ തലസ്ഥാന നഗരം ഇത്രയും വൃത്തികേടാക്കുകയില്ല പ്രകടനങ്ങൾ കൊണ്ട്. കേരളം സമരവീര്യത്തിൻ്റെ ആ ചാരുത കാണിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിനെ പോലും സമര പന്തലാക്കി മാറ്റിയിരിക്കുകയാണ്. കാവലായിട്ട് കുറേ പോലീസുകാർ. എന്തൊരു വൃത്തികേടാ! ഇവിടേക്ക് വരുന്ന ഒരാൾ കാറിൽ പോവുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവിടെ ഒരു വ്യവസായ സംരംഭം നടത്താൻ മുതിർന്നു. എന്ത് കാരണം കൊണ്ടാണെന്നോ ഇതിൻ്റെ ന്യായാന്യായങ്ങളും അല്ല അദ്ദേഹത്തിന് വിവക്ഷിതം. മറിച്ച് ഇവിടെ സ്വസ്ഥമായിട്ടുള്ള ക്രമസമാധാന പാലനം നടക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടോ? നിങ്ങളുടെ ഈ തിയറിയും നിയോ ഫാസിസവും ഒന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫാസിസവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അല്ല അവർക്ക് വേണ്ടത്. സമാധാന അന്തരീക്ഷം. ആ കാറങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ ഫുട്പാത്തില്ല, അവിടെ വഴി ആൾക്കാർ നടന്നു പോവുക ചന്തയിലെ പോലെ. അതിൻ്റെ പുറത്തൂടെ കയറിയാൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ PSC അംഗങ്ങളുടെ ശമ്പളം ഇങ്ങനെ കൂട്ടിക്കൊടുത്തോളൂ. അതേസമയം ആശാ വർക്കർമാരെ അവഗണിക്കുകയും ചെയ്തു. അത് റിസൾട്ട് ഉണ്ടാക്കും, ഇമ്പാക്റ്റ് ഉണ്ടാക്കും. രാജീവൊക്കെ അവിടെ ഇരുന്ന് പ്രസ്താവിച്ചിട്ട് പോകുന്നത് സത്യമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് സത്യമാവാൻ സാധ്യതയില്ല. നമുക്കുണ്ടായ ഒരേ ഒരു നേട്ടം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ടുള്ള ആ വിഴിഞ്ഞം തുറമുഖം നമുക്ക് നടപ്പായി കിട്ടി. അതുപോലെ വിമാനത്താവളം ഇപ്പോൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും അദാനി ഗ്രൂപ്പ് നോക്കുന്നു. അദാനിയിൽ നിന്ന് കിട്ടിയ നേട്ടം, അതുപോലെ തന്നെ ഗഡ്കരിയിൽ നിന്ന് കിട്ടിയ നേട്ടം, അതാണ് നമ്മുടെ നേട്ടങ്ങളായിട്ട് അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലുള്ള തരികിട സമരങ്ങളും തരികിടയായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് നിയമനവും തരികിടയായിട്ടുള്ള PSC നിയമനവും ജീവനക്കാർക്ക് വിത്തെടുത്ത് കുത്തി ഉള്ള ശമ്പളം കൊടുക്കണം. ഇതെല്ലാം LDF സർക്കാരിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. തോൽപ്പിക്കും. മൂന്നാം തവണ അവർക്കുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. തോൽപ്പിക്കും ജനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസിനകത്ത് നേതൃപ്രതിസന്ധി നിൽക്കുകയുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തരൂര് വളരെ ശക്തമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നത്. മൂന്നാമതും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ രാഷ്ട്രീയ സമവാക്യമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ പിണറായി എത്രത്തോളം റോള് വഹിക്കും എന്നുള്ളതും നമുക്കറിയണം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഷെനാറിയോ പലരും ഇപ്പോൾ ഊഹിച്ചിട്ടുണ്ട്. പലരും നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം, ശശി തരൂർ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപവൽക്കരിക്കും. എന്ന് വെച്ചാൽ ആ പാർട്ടി ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും പോകുന്നില്ല. ആ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ സമുദായ താല്പര്യങ്ങളുണ്ടല്ലോ. പഴയ കരുണാകരൻ്റെയും മകൻ്റെയും DIC പോലെ ഒരു സംഭവം.
അതിൻ്റെ പിന്നാലെ പേരിന് മാത്രമാണെങ്കിലും കുറേ കോൺഗ്രസ്സുകാരെ അത് ആകർഷിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ നായർ സമുദായത്തിലെയൊക്കെ ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നേമം പ്രദേശങ്ങളിലൊന്നും ശശി തരൂരിനല്ല ഭൂരിപക്ഷം കിട്ടിയത്, രാജീവ് ചന്ദ്രശേഖരനാണ് ഭൂരിപക്ഷം കിട്ടിയതെങ്കിലും ഈ NSSൻ്റെ ആശീർവാദത്തോട് കിട്ടാവുന്ന കുറേ വോട്ടുകളുണ്ട് ഇപ്പോഴും. ആ വോട്ടുകളും പിന്നെ കോൺഗ്രസ്സിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ചില ആൾക്കാരുണ്ട്, യുവതലമുറയുണ്ട്, യുവജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ഒരു സഹായത്തോട്, ഗ്ലാമറും കരിഷ്മയുള്ള ആളാണ്, വേറെ കോൺഗ്രസ്സിന് ആരുണ്ട് ഇവിടെ? അപ്പോൾ അതിനെ മറികടക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവുണ്ടോ? അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഒരു പാർട്ടി, മുസ്ലിം ലീഗും കൂടെ അതിനോട്ട് വന്നെന്ന് വിചാരിച്ചോളൂ. അതിന് ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ CPM കൂടെ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ CPMൽ ഇപ്പോൾ കേരള കോൺഗ്രസ്സായി, മുസ്ലിം ലീഗായി, ശശി തരൂരിൻ്റെ പാർട്ടിയായി, പിന്നെ CPI നമ്പർ 2 പാർട്ടിയായിട്ട് അവർ അടങ്ങി ഒതുങ്ങി അങ്ങനെ കഴിഞ്ഞോളും, വലിയ എതിർപ്പൊന്നുമില്ലാതെ. ഈ വായാടി വിപ്ലവം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവരും കൂടെ ചേർന്ന് കഴിഞ്ഞാലത്തെ ഒരു ഷെനാറി എന്തായിരിക്കും? കോൺഗ്രസ്സിന് 2 ഡിജിറ്റ് സീറ്റുകൾ പോലും കിട്ടാതെ വരും. അത് ആർക്ക് കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും? അത് BJP 2 ഡിജിറ്റിന് മുകളിലേക്ക് BJP സീറ്റുകൾ കൊണ്ടുപോകും. മുഖ്യ പ്രതിപക്ഷമായിട്ട് അങ്ങനെയാണെങ്കിൽ കണ്ടീഷനിലാണിത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും BJP വരുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമുക്കിപ്പോൾ തുറന്നു കിട്ടുക. അതുകൊണ്ട് അധികം പ്രകോപിപ്പിക്കുകയും അതുപോലെ അധികം അവഗണിക്കുകയും ചെയ്യാതെ ഇരിക്കുക, കളിയാക്കുകയും ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ ശക്തിയില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രീണനത്തിന് വിധേയമായിട്ടാണ് UDF ജയിച്ചു പോരുന്നത്. മുസ്ലിം ലീഗ് ഒരു വാക്ക് മാറി പറഞ്ഞാൽ പാണക്കാട് തരൂരിനോട് ലീഗിനൊരു ആഭിമുഖ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് വളരെ രൂക്ഷമായ ദേഷ്യത്തോടു കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി സാബ് പറഞ്ഞത്. രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിരൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശശി തരൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതും കൂടെ നമുക്ക് ഞാൻ 2 വാക്യം പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത്. ആ 2 വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പോഡ്കാസ്റ്റ് ആണല്ലോ ഇപ്പോൾ പോപ്പുലറായിട്ട് വരുന്നത്. ആ പോഡ്കാസ്റ്റിന് വേണ്ടി എൻ്റെ 2 വാക്യങ്ങൾ എടുത്ത് ഇങ്ങനെ എക്സ്പോസ് ചെയ്യും എന്ന് അവർ പബ്ലിസിറ്റി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ കാര്യങ്ങളൊക്കെ തുറന്നങ്ങ് പറയുക ചെയ്യുന്നത്. ഇതുപോലെ കള്ളത്തരമില്ല, അടവ് നയങ്ങളില്ല, എല്ലാം പച്ചയായിട്ടങ്ങ് പറയുക ചെയ്യുന്നത്. അതാണ് ഇവിടെ ആരും അത് പറയാറില്ല. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊന്നാണ് ഇവിടെ പറയുന്നത്. കരുണാകരൻ പോലും നമുക്കറിയാമല്ലോ, ഉള്ളിലുള്ളതല്ല പുറത്തു വരിക. അതല്ല അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയം. അവിടെ നമ്മൾ തുറന്ന് കാര്യങ്ങൾ പറയുന്നു. ആ ഒരു തുറന്ന മനോഭാവം അല്ലെങ്കിൽ ആർജവം ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ആർജവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത് ഇംഗ്ലീഷ് പത്രപ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അവർക്ക് മാർക്കറ്റിംഗ് കിട്ടാൻ വേണ്ടി അവരവരുടെ ധർമ്മം നിർവഹിച്ച് അതിനെ എക്സ്പോസ് ചെയ്തു. ശശി തരൂർ പക്ഷേ അത് ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും ഈ മുള്ള് ഇലയിൽ ചെന്ന് വീണാലും ഇല മുള്ളിൽ ചെന്ന് വീണാലും ആർക്കാ കുഴപ്പം? ഇലയ്ക്കെന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സിനാണ് ഇതിൻ്റെ ദോഷം വരിക. ശശി തരൂരിന് ഇതല്ലാതെ റോയൽറ്റി കൊണ്ട് തന്നെ ജീവിച്ചങ്ങ് പോവാം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോ MP ഒന്നും ആവണമെന്നില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ റോയൽറ്റിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ജയിച്ചു പോവാം. ഭാര്യയുമില്ല, ബാധ്യതകളുമില്ല, മക്കളെല്ലാം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ്. അതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം അല്ലാതെ തന്നെ വളരെ സമ്പന്നനായിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെയുള്ള ശാഠ്യങ്ങളും ഇവരുടെയൊക്കെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ വിജയനാഥെ, അതായത് ഇദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെ ഞാൻ പറയുന്നത് ക്ഷമിക്കണം, കാറ്റിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗമായിട്ട് യോജിച്ചു പോകാനുള്ള ഒരു രീതിയിലുള്ള ആളല്ല അദ്ദേഹം. യോജിച്ചു പോകാൻ പറ്റില്ല. അക്കാഡമിക് നിലവാരം വളരെ ഉയർന്നു നിൽക്കുക. അതെ, അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ദ്വന്ദ്വയുദ്ധം എന്നുള്ള നോവൽ ഇത് വളരെ ഭംഗിയായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് ഇവരും ഈ ഉയർന്ന ബുദ്ധിജീവികളും ശശി തരൂരിനെ പോലെ സാധാരണ പാർട്ടിയുടെ നേതാക്കളും തമ്മിൽ യോജിച്ചു പോകാനുള്ള ഒരു ഗ്യാപ്പ് M.N. ഗോവിന്ദൻ നായർ ദേവവി പണിക്കരെ വിവാഹം കഴിച്ച കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വാക്വം വരുന്നുണ്ട് ഇവർ തമ്മിൽ. അതിൻ്റെ ഒരു പ്രശ്നം കൂടിയായിട്ട് വേണം നമ്മൾ ഈ സന്ദർഭത്തെ വായിച്ചെടുക്കാനെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.